ഹായ് ടീം, നമ്മളിന്നുള്ളത് കട്ടയം വിളൈ പി രാജ പുള്ളിയുടെ വീട്ടിലാണുള്ളത്. ഓക്കെ, അപ്പം പുള്ളി ഈ വർഷം 21 മണിക്കൂർ 4 ടൂർണമെൻറ്റിൽ 21 മണിക്കൂർ ടൈം വെച്ചിട്ടുണ്ട്. പുള്ളി കഴിഞ്ഞ വർഷവും 20:46 പറത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രീചിത്രയിൽ പറത്തിയിട്ടുണ്ടായിരുന്നു 2022. 2023 പുള്ളി 4 ടൂർണമെൻറ്റിൽ 21 മണിക്കൂർ പറത്തിയ പുള്ളിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇത്. 2022 16, 15, 2020 14 ശ്രീചിത്രയിലെ ഒരു ഇതാണ്. 20:46 ടൈം. ഇത് VHF. ഇത് അനന്തപുരി 21:20 സെക്കൻഡ് പ്രൈസ്. അതേപോലെ ശ്രീചിത്ര 2022 20:46. അതേപോലെ നമ്മുടെ GGPF കൃഷ്ണനഗർ പന്തയത്തിൽ 21-23 2023. അതുപോലെ നമ്മൾ നാഞ്ചിയൽ അരശൻ പന്തയത്തിൽ 16 മണിക്കൂർ. അത് 2020 തോന്നുന്നു അല്ലേ? കഴിഞ്ഞ കൊല്ലം. ഓക്കെ രാജേട്ടാ, ഈ വർഷം ചേട്ടൻ എത്ര മണിക്കൂറാണ് പ്രാവ് പറത്തി ടൈം വെച്ചിട്ടുള്ളത്? 21 മണിക്കൂർ 23 നിമിഷം ടൈം വെച്ചത് മൂന്ന് മത്സരത്തില്. ഓക്കെ ഓക്കെ. അത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ അനന്തപുരിയാ, ഒന്ന് കോട്ടാർ, അത് കോട്ടാർ പന്തയം. കോട്ടാർ ഒന്ന്, ഒന്ന് കൃഷ്ണനഗർ GGPF. ഈ 3 പന്തയത്തിലാണ് ഈ പ്രാവ് 21-23 പറന്ന് ടൈം വെച്ചിട്ടുള്ളത്. അതില് ഫസ്റ്റ് പ്രൈസ് ഉണ്ടോ? ഇത് രണ്ടിലും ഫസ്റ്റുകളാണ്. ഏതൊക്കെയാ? ഇത് കൃഷ്ണനഗറിലോ GGPF ഫസ്റ്റില്, അനന്തപുരില് സെക്കൻഡിൽ സെക്കൻഡ്. അതിലും നമ്മൾ 21-23 പറന്നിട്ടും പ്രാവ് വെട്ടിയിട്ടാണ് പ്രാവ് ഇരുത്തിയത്. ഇല്ലെങ്കിൽ വെളുക്കോളം പറന്നനെ. എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ പത്തുന്ന സമയം ടോപ്പ് ടൈമാണ്. എല്ലാ കൂട്ടിന്റെ ടൈമും ഓവർടേക്ക് ചെയ്താണ് വെട്ടിട്ടത്. ഇല്ലെങ്കിൽ പ്രാവ് പിന്നെ ഇനിയും ഒരുത്തൻ അതിന്റെ കൂടെ ഒരു ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാവ് വിട്ടനാ നിൽക്കും. അപ്പൊ 22-23 വേറെ ആരും പറത്തിയിട്ടുണ്ടെങ്കിൽ അടിക്കുമായിരുന്നു. അതിന്റെ നമ്മളെ പോക്ക് അതാണ് അതിന്റെ രീതി. എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ടൈം ഓവർടേക്ക് ചെയ്തതിന് ശേഷമാണ് വെട്ടിട്ടത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇത്രയൊക്കെ പറക്കുന്നുള്ള ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇത് വെളുക്കുളം അതിരാവിലെ 7 മണി 6:30 8 ഈ രീതിയിൽ ഇരുന്ന പ്രാവാണ്. ഇരുത്തി കൊണ്ടുവന്ന പറക്കിയ പ്രാവാണ്. അപ്പൊ ആ സമയം വരെയൊക്കെ പറക്കുന്ന ഓൾറെഡി അറിയാം, നമുക്കറിയാം, വിശ്വാസമുണ്ട്. പിന്നെ അയൽവക്കങ്ങളിലും എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ ഇത് പറക്കും, ഇതിന്റെ പറവ ഇതാണ്. ഓരോരുത്തരും പറയും, അണ്ണാ നിങ്ങൾ പറവെ നോക്കിയോ, പ്രാവ് അവിടെ എവിടെയെങ്കിലും പാളി പോകരുതിന് പറയും. നമുക്കറിയാം നമ്മളെ പ്രാവിന്റെ രീതി ഇരിക്കുന്ന സമയം അത് ഏത് രീതിയിൽ ചിറകടിക്കണമുള്ള അറിയാം. പറവയിൽ നിന്ന ഏത് രീതി, ഇരിക്കാൻ വരുമ്പോ ഏത് രീതി. ഈ പൈലറ്റിനെ പോലെ ഇരിക്കണമെങ്കിൽ സ്പീഡ് കൂടും. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ചാല് പറന്നിട്ട് പറവയിൽ നിൽക്കുന്നത് അങ്ങനെ സമാധാനമാ പറക്കും. ഇരിക്കണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടും. അപ്പൊ ഞാൻ ഉടൻ റെഡി ആയിക്കോളും. ഒരു 10 മണിക്കൂറായാലും 20 മണിക്കൂറായാലും ഇരിക്കാൻ വരാൻ സ്പീഡ് കൂടുമ്പോ എനിക്ക് അറിയാം. ഓടി പോയിട്ട് ഉടനെ വെട്ടിയിടും, വേഗം വെട്ടിയിട്ട് ഇറക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട് ഈ ഒരു സീസണിലേക്ക് വേണ്ടിയിട്ട്? ഇത് ഒരു 10-12 വരെ എടുക്കും. എന്താ ഒരേ ജോഡിയിൽ നിന്ന് എടുക്കൂല. അതന്നെ, അതെല്ലാ ജോഡികളിലും ഒவ்வொரு ജോഡി കുഞ്ഞന്മാരെ സെലക്ട് ചെയ്ത് എടുക്കാം. അത് ഒറ്റ കുഞ്ഞെ എടുക്കുള്ളൂ. ഒറ്റ കുഞ്ഞെ എടുക്കുള്ളൂ. ഓക്കെ. ഇപ്പൊ ഒരു ജോഡിയിൽ നിന്ന് ഒരു കുട്ടിയെടുത്ത് പറത്തണമെങ്കിൽ ജോഡി കുഞ്ഞായിരുന്ന സ്റ്റഡിക്ക് ഹെൽത്ത് ഉണ്ടാവില്ല. ഒറ്റനെ വെച്ചാൽ പ്രാവ് നല്ല. അപ്പൊ രാജേട്ടൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാ ലൈനേജും ഒരു 8-10 ലൈനേജ് ഉണ്ടെങ്കിൽ അടുത്ത സീസണിൽ പന്തയം അടിക്കണം ഉള്ള ആളുകള് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് എല്ലാ ജോഡിയിൽ നിന്നും ഒരു കുഞ്ഞനെ മാത്രം എടുക്കുക, ഹെൽത്തി ആയിട്ട് നോക്കുക, എടുക്കുക. ആ ഒരു കുഞ്ഞനായിരിക്കും നമുക്ക് അടുത്തതിൽ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ എത്ര കുഞ്ഞുമാരെ? ഒരു 10-20 എണ്ണം സെലക്ട് ചെയ്ത് വെച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ട് 20 ഒന്നുപോലെ ചിറക് വലിച്ച് പറപ്പിക്കാൻ തയ്യാറാക്കും. അതിൽ മഴയിൽ പാഴുന്നതും കാറ്റത്ത് പോകുന്നതും വൈരി അടിച്ചു പോകുന്നതും നമുക്കറിയാമല്ലോ. ഓരോന്നിന്റെ പറവയും രീതിയും കാണുമ്പോൾ മഴയായാലും പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് 4-3-5 മണിക്കൂർ വരെ മഴയത്ത് പോരാടി നിൽക്കും. മറ്റുള്ളതൊക്കെ ഇരുന്നാലും ഇത് ഇരിക്കൂല. ഇനിയിപ്പോ നമ്മളിപ്പോ 20 ഒരുമിച്ച് വിട്ടാലും ഒരുമായിപ്പെട്ടവൻ മഴയത്ത് ഒന്ന് ഇരിക്കും.
മറ്റുള്ളവൻ നല്ല പെരുമഴ പെയ്താൽ നമ്മളെ വീട്ടിലൊന്നും ഇരിക്കും. ഈ പറവ ഇനത്തിലും ഉള്ളവൻ താഴെ നോക്കും, വെട്ടിയിടാതെ ഇരിക്കൂല. അപ്പൊ കൂടെ പറന്നു വരുന്ന അതിന്റെ കൂടെ ഒന്നും ഇവൻ ഇരിക്കൂല, വെട്ടിയിടണം എന്നാലേ അവൻ ഇരിക്കുള്ളൂ. ആ റിലേഷനാണ് നമ്മള് ഇപ്പൊ ടൈം വെച്ചത്. എത്ര പ്രാവ് വിട്ടിട്ട് ഞാൻ കളക്ഷനൊക്കെ പോകും. വെയിലായാലും മഴയായാലും ഞാൻ ഇവിടുന്ന് കളക്ഷന് പോയാൽ 12 മണിക്ക് രാത്രി വരുള്ളൂ. 12 മണിക്ക് വരുമ്പോ എല്ലാം വീഴും. പക്ഷെ അതിൽ 2 എണ്ണം നിൽക്കുവാണെങ്കിൽ ആ ജോഡിയെ സെലക്ട് ചെയ്യും. ഇവനാണ് ഊക്കം, നമുക്ക് ശരിക്കും കൈ കൊടുക്കുന്നത് ഇതാണോ ഇവനെ സെലക്ട് ചെയ്ത്. ഇത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രാവും മുറ്റത്ത് കാണും, ഇവൻ പറഞ്ഞുകൊണ്ടേ നിൽക്കും. അപ്പോൾ അത് എന്താ, ഇവൻ വെട്ടിയിടാതെയാണ് കള്ളന്മാർ കിടക്കുന്നതിനുള്ള ശ്രദ്ധയിലാണ്. അപ്പൊ അത് വിടാതെ നിൽക്കുന്നത്. ബാക്കി 19 പറഞ്ഞ മനസ്സിലായല്ലോ. എല്ലാം ഇരിക്കും. ഇവൻ ഒരുത്തനും ഇങ്ങനെ നോക്കും, നമ്മൾ ആള് വന്നില്ലല്ലോ. ഇതിന് പ്രത്യേക ഒരു ലൈറ്റും ഉണ്ട്, പവർ ലൈറ്റ്. സാധാ ട്യൂബ് ലൈറ്റ് ഇട്ടേക്കും. അത് കണ്ടാ വയ്യാതെ ഇരിക്കട്ടെ. ഇനി പ്രാവ് വെട്ടിയിടണമെങ്കിൽ വേറെ 2 ലൈറ്റ് അഡീഷണൽ ആയിടും, എക്സ്ട്രാ ഇടും. അപ്പൊ മനസ്സിലാവും. അപ്പൊ അത് അപ്പോഴേ ഇരിക്കുള്ളൂ. അതാണ് തൻപറവ ഉള്ളത്. തൻപറവ എത്ര കൂട്ടത്തിൽ പോയാലും നിന്റെ തുണ പിടിച്ച് നിന്ന് ഞാൻ സമയത്ത് കൊണ്ടുപോകില്ല. എന്റെ കഴിവ് കൊണ്ടാണ് നിൽക്കുന്നത്. നമ്മളിപ്പം പറത്തുന്ന പ്രാവിന് ഒരു പ്രാവ് വന്നിട്ട് ഒരു 12 മണിക്കൂറെല്ലാം പറന്ന് ഓക്കെ, അല്ലെങ്കിൽ രാവിലെ വിട്ടിട്ട് നൈറ്റിലേക്കൊക്കെ വന്ന് 12 മണിക്കൂറൊക്കെ പറന്ന സമയത്ത് ഉള്ള പ്രാവിന് എങ്ങനെയാ നമ്മള് ടാന് കൊടുക്കുക, ചുറ്റ് കൊടുക്കുക, റെസ്റ്റ് കൊടുക്കുക, അതെങ്ങനെയാ? 12 മണിക്കൂർ വെച്ചാൽ ഒറ്റയടിക്ക് 12 മണിക്കൂർ പറക്കില്ല. സാമാന്യ രീതിയിൽ നമ്മൾ ഉച്ചയ്ക്ക് വിട്ട് ആദ്യം 2-3 ദിവസം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശരിയായി കിട്ടട്ടെ അത് ചുറ്റിന് വിടും. ഒന്ന് ശീല ആയതിനു ശേഷം പ്രാവ് ശരിയായി ഇനി എവിടെയെങ്കിലും പോകത്തില്ല, പറന്ന് ഇറങ്ങിയല്ലോ, ഇനി അവനെ ഒരു കൺട്രോളിൽ കൊണ്ടുവരണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു 4 മണിക്ക് വിടും. വൈകുന്നേരം 4 മണിക്ക് വിടും. ചുമ്മാ പറക്കുന്നവനെ മാത്രം എടുത്ത് വെളിയിൽ വിടും. വിട്ടിട്ട് കാല് കൊണ്ട് ഇനി ആക്കും, പട്ടപ്പട്ടപ്പണി അടിച്ചു പോകും. അത് പിന്നെ രാത്രി ഇവൻ ആരാര് ഇരുട്ടിന് മുമ്പ് ഒന്ന് കുത്തുന്ന് കപ്പൊട്ടി ചുറ്റി വരുന്നത്, ഇരുട്ട് നോക്കി പിടിച്ച് നിൽക്കുന്ന ആരൊക്കെയാണ് നോക്കും. അടുത്ത ദിവസം അത് അങ്ങനെ രാത്രി 8 മണി 9 മണി നല്ല പറവുള്ളവൻ 10 മണി 12 മണി വരെ നിന്നിട്ടിറങ്ങും, ഒറ്റ പറവയിൽ തന്നെ. അപ്പൊ എന്ത് ചെയ്യും, പിറ്റേ ഒരു 2 ദിവസം റെസ്റ്റ് കൊടുക്കും. റെസ്റ്റ് കൊടുത്തിട്ട് നമ്മളെ ജോലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉച്ചയ്ക്ക് പിടിച്ചു വിടും. എത്ര മണി? ഉച്ചയ്ക്ക് ഒരു 12-1 മണിക്ക് വിടും. 1 മണിക്ക് വിടും. 12 മണിക്ക് വിടരുത്, കണ്ടമനം താക്കരുത്. ഒരു 1 ഇല്ലെങ്കിൽ 2 വിട്ട് വൈകിട്ട് ഒരു 6 മണി 7 മണി നോക്കണം. നല്ല പറവയിൽ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് പിന്നെയും ഒരു 3 മണിക്ക് വിട്ട് രാത്രി ഒരു 8 മണിയെ നോക്കണം. അതിൽ ഇരുട്ടത്ത് കയറുന്ന ആരൊക്കെയാണ് നോക്കണം. പ്രാവ് പറക്കുന്നതിന് പറഞ്ഞിട്ട് പകൽ ഫുള്ളായിട്ട് എന്റെ പ്രാവ് പറഞ്ഞു ഇനി പ്രശ്നമില്ല, എനിക്ക് രാത്രി കയറ്റിയേക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പ്രാവ് കയറി വരുമ്പോൾ ഈ താപ്പോട്ടി ഇറക്കരുത്. 4 മണിക്ക് ശേഷം ഇട്ട് രാത്രി 10 പിടിക്കണം. എനിക്കറിയാം എന്റെ പ്രാവ് രാവിലെ വിട്ടാൽ വൈകിട്ട് 7 മണിക്ക് ഇരിക്കുന്നുള്ള എനിക്കറിയാം. ഞാൻ അത് എന്താ ചെയ്യാത്തത്? ഇവൻ ഇരുട്ട് കാണണം. കഴിവിൽ ശരീരത്തിൽ ആരോഗ്യം ഇരിക്കുമ്പോൾ തന്നെ അവൻ ഇരുട്ട് കാണണം. അതിനുശേഷം ഏത് ഇപ്പം അവിടെ എവിടെയും അയ്യത്ത് പറമ്പിൽ ഇര തിന്നിട്ട് കിടക്കുന്നത് പിടിച്ച് തീറ്റ ഇട്ട് കൊടുത്താൽ അവൻ പകൽ ഫുള്ളാ പറക്കും. രാത്രി ആകുമ്പോൾ ഇരിക്കും 13 മണിക്കൂറായി. അത് പറവയല്ല, സാധാരണ പ്രാവാണ് ഞാൻ പറയുന്നത്. പറവയെ നമ്മൾ ഒരു കൺട്രോളിൽ കൊണ്ടുവരുവാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവന് രാത്രി ഇരുട്ടത്ത് കയറിയിരിക്കണം. പാത രാത്രി പറന്നിരിക്കണം. ഹോട്ടലിൽ ശരീരത്തിൽ ഹെൽത്ത് ഇരിക്കുമ്പോൾ തന്നെ അവൻ ഇരുട്ടിൽ കയറി പറക്കും. ലൈറ്റ് ഇട്ട് പ്രാവനെ ഇറക്കണം. അതിനുശേഷം ഒരു 2 ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ അതേ 3 മണിക്ക് വിടണം. വിട്ട് അതേ രാത്രി 10 മണിയെ പിടിക്കണം. പകല് ഇരുട്ടും കൂടി കാണിച്ച് പറത്തിക്കൊണ്ടിരിക്കണം. ആരംഭത്തിൽ തന്നെ തുടക്കത്തില് ഇരുട്ടിൽ പിടിക്കണം, ഇല്ലാതെ ഒന്നും നടക്കൂല. എന്റെ പ്രാവ് പകലിൽ ഫുള്ള കയറിയതല്ലാട്ടോ ഇനി നൈറ്റ് പറഞ്ഞോളൂ പറഞ്ഞാൽ അത് തല കുത്തി മറിഞ്ഞാലും പറക്കൂല. അത് എത്ര വലിയ ട്രെയിനിങ്ങിലെ ഒരു 4 മണിക്കൂർ ആ ട്രെയിനിങ്ങിലെ വന്ന് പകലും രാത്രിയും കാണിച്ച് വിട്ടേക്കണം. ഉള്ളു കഴിവ് ഇരിക്കുമ്പോ തന്നെ അവനെ ഇരുട്ടത്തിൽ കയറ്റണം. മനസ്സിലായി. അതായത് ഫസ്റ്റ് ഇപ്പൊ 4 മണിക്കൂർ 5 ഒരു 6 ഓക്കെ സെറ്റായി, ഒരു 6 മണിക്കൂർ ആയി ഓക്കെ ആയി തന്നെ അതിൽ തന്നെ നമ്മള് നൈറ്റ് കയറ്റിക്കോളും. ചിലപ്പോ പ്രാവ് പോവില്ല. അപ്പൊ ഒരിക്കലും പോവില്ല, ഇരുടായി പോവും. അങ്ങനെ ഒന്നും പോവില്ല. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് അല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്
അതല്ലേ സമയം കുറച്ച് വിടുന്നത്. വൈകിട്ട് 4 മണിക്ക് വിട്ടാൽ പറക്കുന്ന ജാതിയാണെങ്കിൽ രാത്രി ഇരുട്ടത്ത് കയറി പറക്കാതെ ഇറങ്ങൂല. അപ്പൊ ഇരുട്ടത്ത് ഇറങ്ങി ശീലമില്ലെങ്കിൽ ഫസ്റ്റ് എങ്ങനെ എവിടെയും പോവില്ല. ഏത് ശീലമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ രാത്രി ഒരു 4 ദിവസം തുറന്ന് ഇടണം. പകലിൽ തുറന്ന് തീറ്റ ഇടരുത്. രാത്രി മാത്രം ലൈറ്റ് ഇടണം, തുറന്ന് വേണം, തീറ്റ തിന്നുമ്പോ കുറച്ച് ദിവസം അങ്ങനെ നോക്കും. പിന്നെ അവസാനം തട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒരു പിടി പിടിക്കും. വന്നോളൂ. ഇല്ലെങ്കിൽ ഇനിയിപ്പോ പറക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞാ എല്ലാ ജാതിയും പറക്കണം എല്ലാവരും പറയും. ഈ രാത്രി 10 മണിക്ക് നമ്മൾ ഇപ്പൊ 4 മണിക്ക് വിട്ട് രാത്രി 10 മണിക്ക് ഇറക്കുന്നത് അല്ലേ? അങ്ങനെ പറത്തി ടൈം പകല താത്ത് വരുമ്പോ പറക്കാതെ ജാതി ഒന്ന് 9 മണിക്ക് താപ്പോട്ട് വിട്ടാ പറക്കൂല. അവന്റെ ആംബിയർ അത്രേ ഉള്ളൂ. അവൻ എങ്ങനെ നമ്മൾ 4 മണിക്ക് വിട്ട് രാത്രി 10 പിടിക്കുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്താല 2 മണിക്ക് വിട്ട് രാത്രി 10 പിടിക്കുന്നു. അടുത്താല ഒരു 3 ദിവസമോ 2 ദിവസമോ റെസ്റ്റ് കൊടുത്തിട്ട് 11 വിട്ട് രാത്രി 10 പിടിക്കുന്നു. അങ്ങനെ ഇറങ്ങി പകല് ടൈം താഴ്ന്നു വരുമ്പോ അതിന്റെ പറവ് കൂടുമ്പോ പറക്കാത്ത ജാതികള് അതിലാണ് റിസൾട്ട് അറിയുന്നത്. ഇവൻ വന്ന് 10 മണിക്കൂർക്ക് മേളിൽ ഈ സെറ്റിൽ ഓടൂല പ്രാവ്. കാരണം 11 മേളിൽ ഇത് 10 മണി വരെ പറക്കും. 9 മണിക്ക് വിട്ട് രാത്രി 10 പിടിക്കാന്ന് പറഞ്ഞാൽ പറ്റൂല. ഇവനെ കൊണ്ട് വയ്യ. പ്രാവ് വെട്ടിയിടാതെ തന്നെ വീഴുന്നത്. 11 മണിക്ക് ശേഷമേ ഈ പ്രാവിന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ആര് ഏത് പറവയിൽ ഇരിക്കുന്നത്. യമൻ പറവ സെറ്റ്. അതായത് രാവിലെ 11 മണി ടു 10 മണി 11, അതായത് 18 മണി ടു 12 മണിക്കൂർ പറന്ന് കഴിഞ്ഞാലേ പ്രാവിന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അതെന്താ സ്ഥിതി, ഏത് സെറ്റ് ഇവൻ പറക്കും. അൺലിമിറ്റഡ് പോവോ ഇല്ലെങ്കിൽ വയ്യാതവനാണെങ്കിൽ ഓടിക്കളയും. ഏതെങ്കിലും ക്ഷേത്രം നോക്കി ഓടിക്കളയും. അവിടെ പോയി വിടുന്ന വരത്തില്ല. ഇല്ലെങ്കിൽ വെളുപ്പവളും വരും, ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു വരും. എത്ര ലൈനായാലും 12 മണിക്കൂർ പറത്തിന് ശേഷം റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കള്ളനാണോ പറക്കുവോ ഇല്ലേ, ജാതി പറവയാണോ ഇല്ലയാണോ ഉള്ളത് അതിനുശേഷം അറിയാൻ പറ്റും. അതിന് മുന്നേ ഒന്നും തീരുമാനിക്കരുത്. അതുവരെ പറത്തിയിട്ട് മനസ്സിലായി, അത്രയും പറത്തി മനസ്സിലായിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു 10-12 മണിക്കൂർ വരുന്നവരെ കൈ കൊണ്ട് തീറ്റ കൊടുക്കില്ല. ഈ തീറ്റ കൊടുത്താൽ ഇപ്പൊ ഇവിടെയും അവിടെയും എത്ര പ്രാവ് കിടക്കുന്നത്? എല്ലാം കാഴ്ചക്ക് ഐശ്വര്യരായി തന്നെ. എത്ര എണ്ണത്തിൽ തീറ്റ കൊടുക്കും? പറക്കണമല്ലോ എനിക്ക്. ചിലവനെ കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല, കാഴ്ച ഉണ്ടാവില്ല. പിന്നെ അവന്റെ അടുത്ത് പറവയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ചിലത് കാഴ്ചക്ക് ഐശ്വര്യരായി. അതുപോലെ പല ആളുകളും ഇപ്പം പ്രാവിന്റെ കാഴ്ച നിർത്ത് ഇത് അങ്ങനെ ഇത് ബമ്പം പ്രാവ്, അത് ടോപ്പ് പ്രാവാ. ഇതിലും നമ്മളെ പറക്കുന്ന ലൈനേജ് ഇപ്പൊ എത്ര വലിയ തമ്പറ വരട്ടെ, ഞാൻ തുറന്നു വിട്ടേക്ക. പറക്കുന്ന ലൈനേജ് നിങ്ങളെ കാലിന്റെ ഇടയ്ക്ക് കൂടെ ഒരു നിങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. ഇല്ല, ഉള്ളതാണോ? കേരളത്തിൽ നിന്ന് ആൾക്കാർ ഒരു ലെങ്സും കൊണ്ടുവരും. ഏതാ നമ്മൾ സുമാറിന് വെച്ചിരിക്കണോ അത് തന്നെ പിടിക്കും. ഇതിന് എത്ര പറഞ്ഞിട്ടാ ഇത് കൊള്ളാം. നമ്മള് കാണിച്ചു നമ്മള് പിന്നെ മൈൻഡത്തില്ല. നീ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രാവിനെ പറയണേ പിടിച്ചോളൂ. ഇല്ലെങ്കിൽ പൈസ തരണ അണ്ണ മനസ്സറിഞ്ഞ ഒരു പ്രാവ് പിടിച്ചതാണ് പറഞ്ഞാൽ എനിക്കറിയാം കൊടുക്കാൻ, ഏത് കൊടുക്കാതെ ഉള്ളത് അറിയാം. നമ്മളെ വിശ്വസിച്ച് അവൻ നീ പിടിച്ചതാ, ഞാൻ പൈസ തരണ 500 കുറവോ കൂടുതലോ ഞാൻ തരാം. അണ്ണന്റെ വിശ്വാസത്തിൽ എനിക്ക് നല്ല പ്രാവണം, അണ്ണന്റെ വിശ്വാസം എനിക്ക് എന്ത് പ്രാവനം ഒരു പ്രാവനെ തരണം. അപ്പൊ കണ്ണെല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ശ്രീ ചിത്രയിലെ 2046 പറഞ്ഞത് പച്ചക്കണ്ണാണ്. പക്ഷെ കാണുമ്പോ ചാരപ്പാമ്പിന്റെ കണ്ണ് പോലെ ഇരിക്കും. അത് ലെങ്സ് വെച്ച് എങ്ങനെ അവർ നോക്കും? ഇപ്പൊ പറഞ്ഞാണ് 21 ചില്ലറ പറഞ്ഞാണ് കരിങ്കണ്ണാണ്. അത് അവർ എങ്ങനെ ലെങ്സ് വെച്ച് നോക്കും? പറവ മൂത്ത് വരുമ്പോ അരക്കണ്ണ് വെട്ടായി വെട്ടുവന്ന്. അത് ഒരു 20 മണിക്കൂർ വരുന്നവരെ കരിങ്കണ്ണാണ്. അപ്പൊ 21 കഴിഞ്ഞ് 21, 22 ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പതുക്കെ ഇറങ്ങുന്നത്. അപ്പൊ പറവ കൂടുമ്പോ അതിന്റെ ശരീരത്തിലെ എല്ലാ ഉറുപ്പുകളും ചേഞ്ച് ആവുന്നു. അപ്പൊ ഇത് മനുഷ്യർ ചുമ്മാ കൊണ്ട് തൊമ്മിയ നിങ്ങൾക്ക് ഒരു 1000 രൂപ തരും, നിങ്ങൾ ഒരു ലക്ഷ്യം കൊണ്ടുവരും. നോക്ക് പ്രാവണം നോക്ക് ചേട്ടാ, അതൊക്കെ പാലിന്ന് വെണ്ണ എടുക്കണ പോലെ മറ്റേ പനീറൊക്കെ എടുക്കണ പോലെ ഇത്ര ഇതൊക്കെ ചെയ്താലേ അത് വിട്ടുള്ളൂ. അല്ലാണ്ട് അതിന് മുമ്പ് കൈയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇതിൽ കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ, 20 മണിക്കൂർ പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒറിജിനലുള്ള അതങ്ങനെ വെട്ടിക്കാണ് വന്നത്. 20ന്റെ മേളിൽ പറക്കുമ്പോഴാണ്
അത് ശുദ്ധ കരിങ്കണ്ണാണ്. നിങ്ങളെ ലൈനേജ് ചേർന്നവിടെ ഉള്ളത് പുറത്തുള്ള എല്ലാം ഇത് നമ്മൾ സ്വന്തം പ്രാവല്ലേ, നമ്മൾ ദിവസവും പിടിച്ചു നോക്കുന്ന മനസ്സിലായ ട്രെയിനിങ് എക്സ്പീരിയൻസിൽ മനസ്സിലായ സംഭവങ്ങളാണ്. 20 മണിക്കൂർ ഇത് കഴിയുമ്പോഴാണ് ഈ മേളിൽ നിന്ന് ലേശം വെട്ടിയിറങ്ങുന്നത്. അതും ഇങ്ങനെയല്ല വെട്ടുകണ്ണെന്ന് വെച്ചാൽ ഇതാണ്, ഇങ്ങനെയാണോ, ഇത് ഇങ്ങനെ അരക്കണ്ണ് ചന്ദ്രനെ പോലെ മേളിലാണ്, ഇങ്ങനെയാണ് വെട്ട്. വെട്ടുകണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം, ഇതാണ് വെട്ടുകണ്ണ്. സെന്ററിൽ ഇങ്ങനെ വലിക്കണം. ഇത് വെട്ടുകണ്ണല്ല, ഈ ചന്ദ്രനെ പോലെ അങ്ങനെയാണ്. അപ്പൊ ചേട്ടാ ഇപ്പൊ എത്ര ദിവസം അപ്പൊ ഇതിന് മുന്നേ എത്ര തവണ ഒരു 20 മണിക്കൂർ മേലെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവ്? 20 മണിക്കൂറൊക്കെ ഫുൾ പറവ ഞാൻ കൊടുക്കൂല, മത്സരത്തിന് അന്നേ കൊടുക്കുള്ളൂ. എനിക്ക് അറിയാം പ്രാവിന് പറക്കുന്നവനെ അറിയാം. ഞാൻ ഒരു 9-10 മണിയാകുമ്പോ വെട്ടിയിടും ഇരിക്കട്ടെ. എന്നുവെച്ചാൽ പറക്കാൻ വിട്ടാ വെളുക്കുള്ളവരെ എനിക്ക് ഉറക്കണമെന്ന് ഇരിക്കാൻ പറ്റില്ല. നമ്മളെ വണ്ടിയൊക്കെ അപ്പൊ ഇരിക്കട്ടെ ഞാൻ ഇവൻ വെട്ടയും കണ്ടുകൊണ്ടേ പറക്കും. വെളുപ്പിന് 3 മണി 4 മണി വരെ കണ്ടുകൊണ്ടേ പറക്കും, ഇരിക്കൂല. ഇത് വെട്ട അത്രയും കണ്ടുകൊണ്ടേ പറക്കും. എന്താണെന്ന് വെച്ചാൽ ഇവൻ 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കൈകൊണ്ട് തീറ്റ കൊടുക്കുന്നു. അതുവരെ അത് തിന്നുന്ന തീറ്റയാണ്. അത് 20 എണ്ണം പറത്തുന്നതില് സെലക്ഷൻ ആയി വരുന്ന 6 എണ്ണം ഇല്ലെങ്കിൽ 5 എണ്ണം വരും. ഈ 5 എണ്ണത്തെയും പിന്നെ പൈരിക്ക് കൊടുക്കാതെ നമ്മളത് കണക്ക് എഴുതി കൊണ്ടുപോകും. സീസണിൽ ഭയങ്കര പൈരി അടിയായിരിക്കും. അപ്പോൾ 2 ദിവസം റെസ്റ്റ് കൊടുക്കുന്ന നമ്മൾ 3 ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് 2 മണിക്കൂർ താത്ത വീടുന്ന 1 മണിക്കൂർ താത്ത വീട് എല്ലാവരും 1/2 മണിക്കൂർ 3/4 മണിക്കൂറേ ഇറക്കി വിടുള്ളൂ. ഞാൻ 2 മണിക്കൂർ 3 മണിക്കൂറാണ് താക്കുന്നത്. പറവ കുഞ്ഞ് കൂടുതലാണ്. 1/2 മണിക്കൂറൊക്കെ ഞാൻ ഇറക്കി വിടുവാണെങ്കിൽ ഇന്ന് 3 മണിക്ക് വെച്ചിട്ട് 2 ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് പിറ്റേ ദിവസം 3 മണിക്കൂർ കൂടുതൽ വിടും. അതായത് ഇന്ന് 3 മണിക്ക് വിടുവാണെങ്കിൽ 3 മണിക്ക് വിട്ട് രാത്രി 10 മണിക്ക് പ്രാവിട്ട് ഇറക്കുവാണെങ്കിൽ 2 ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് 3 മണിക്ക് വിടുന്ന പ്രായ 1 മണിക്ക് വിടും. 2 മണിക്കൂർ താത്തി വിടും. കയറ്റി വിടും. മനസ്സിലായി. അതായത് 3 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് 1 മണിക്ക് വിടും. 1 മണിക്ക് വിടും. 1 മണിക്ക് വിട്ട് പിന്നെ രാത്രി 10 കണക്ക് സെലക്ട് ചെയ്യും. 10 വെട്ടിയിടും. വെട്ടിയിടുന്നതാണ് നമ്മുടെ ടൈം. വെട്ടി ഇട്ടിട്ട് 2-3 മണിക്കൂർ 4-5 മണിക്കൂർ പറഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. അത് എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ വഞ്ചി വെട്ടിയിടുന്നതാണ്. എത്ര മാസക്കണക്കിൽ ഉറക്കമാണെന്ന് ഇരിക്കുന്നതല്ലേ. അപ്പൊ നേരത്തെ ഇരിക്കട്ടെ എന്ന് കഴിഞ്ഞിട്ട് വെട്ടിയിടും. എനിക്കറിയാൻ ഈ പറയുന്ന മത്സരത്തിൽ നിന്ന് അന്ന് പറന്ന് കിട്ടിയാൽ മതിനുള്ള ഒരു ധാരണയിൽ വെട്ടിയിട്ടായി പറന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇരിക്കുന്നതാണ് സമയം. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് 11 വിട്ടാൽ പെട്ടിന് 9 കൊണ്ടുവിടും. 2 മണിക്കൂർ റെസ്റ്റ്. മറ്റുള്ളവരൊക്കെ എല്ലാവരും പരിസരങ്ങളിൽ വിടുന്നത് 1 മണിക്കൂർ 1/2 മണിക്കൂറാണ്. നമുക്ക് സമയം ഇല്ലാത്ത അവര് ജോലിയില്ല ലീവ് എടുത്ത് കിടക്കുന്നത്. നമുക്ക് അങ്ങനെ എടുക്കാൻ വയ്യ. കാര്യങ്ങളുള്ളത് പറവ നല്ല തീറ്റയും കൊടുത്തേക്കും. പിന്നെ 2 മണിക്കൂർ ഇറക്കി വിട്ടേക്കും. 2 മണിക്കൂർ ഇറക്കി. ഇത് 12 മണിക്കൂർ കഴിഞ്ഞാൽ ആണ് കയ്യേറ കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ. ഇതിപ്പോ നമ്മളിപ്പോ ഒരു 20 മണിക്കൂർ പറത്താൻ കൂടിയ പ്രാവിനൊരു 13 മണിക്കൂർ പറഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് അതിൽ ഫുഡില് പ്രത്യേകിച്ച് എന്തൊക്കെയാണ്? ഫുഡിന് പറഞ്ഞാല് എല്ലാ പ്രാവും പറക്കും. രാത്രി ഇരുട്ടിൽ കയറി പറക്കുന്നവന് മാത്രമേ കയ്യേറ കൊടുക്കുള്ളൂ. ഇരുട്ടിൽ 10 മണി വരെ കയറി പറക്കണം. 8 മണി വരെയെങ്കിലും ഇരുട്ടിൽ കയറി പറക്കണം. കയ്യേറ കൊടുക്കണം. അതിനുശേഷമേ അവന് കയ്യേറ. അതെന്തൊക്കെയാ? അത് ഒരു ദിവസം പട്ടാണി കൊടുത്താൽ, ഒരു ദിവസം കൊണ്ടകട്ടല കൊടുക്കും, ഒരു ദിവസം നിലക്കട്ടല കൊടുക്കും. പിന്നെ ബദാം നമ്മൾ കൊടുക്കാറേ ഇല്ല. ഞാൻ കൊടുക്കുന്നതിന് പറഞ്ഞാൽ പറക്കുന്നതിന് 2 ദിവസമോ 3 ദിവസത്തിന് മുമ്പോ ബദാം 1 or 2 കൊടുക്കും. ബദാം കൂടുതൽ കൊടുക്കൂല. കൊടുത്താൽ എല്ലാവരും പറക്കുന്നത് നല്ലതിന് പറയുന്നത് ഈ ചൂടത്ത് കൊഴുപ്പാണ്. ചൂടത്ത് പെട്ടിനെ കയറി തടിക്കും ബദാം കൊടുത്താൽ. നമ്മൾ റെസ്റ്റ് ഇന്ന് മഴയായി 2 ദിവസമായി. നാളെ പ്രാവ് വിട വേണ്ടിയ ദിവസമാണ്. നാളെ മഴയായി. അപ്പൊ നാളെ പ്രാവ് വിടാൻ പറ്റില്ല. അപ്പൊ അത് ഒരു ദിവസം കൂടുതൽ റെസ്റ്റായി. അന്ന് റെസ്റ്റിൽ 3ാം ദിവസവും ബദാം കൊടുക്കുമ്പോൾ പ്രാവ് വലിയ റോമർ പോലെ ആകും. ഞങ്ങൾ പ്രാവിന് തുറന്നു വിടാതെ അടപ്പിൽ വെച്ചിരിക്കുന്നതല്ലേ, കൊഴുപ്പ് കയറി. പിന്നെ 4ാമത് ദിവസം അവനെ വിടുമ്പോ ശ്വാസമുട്ട്. ബദാം ചേട്ടാ അധികം ടെസ്റ്റ് ചെയ്ത് ചെയ്യാറില്ല. ബദാം നമ്മൾ കൊടുക്കാറില്ല. ഞാൻ കൊടുക്കാറില്ല.
പിന്നെ തീറ്റ തന്നെയാണ്. വേറെ എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യോ? സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഭക്ഷണത്തിൽ ഇപ്പം ചിലവർ മുന്തിരി, അണ്ടിപ്പരിപ്പ്, മുന്തിരി വെള്ളത്തിലിട്ടിട്ട് വെള്ളം കൊടുക്കുക. അത് ചിലവർ അത് ഓരോരുത്തർക്കും ഓരോ രീതികൾ. ഒരു രീതി പറക്കുന്നവനക്ക് നല്ല രീതിയിൽ തീറ്റ കൊടുത്തിട്ട് പറക്കുന്ന അന്ന് വെറും സെഞ്ചുവില് 20 ml വെള്ളം അടിച്ച് വിട്ടാൽ മതി. അവൻ റെസ്റ്റ് നിന്ന് തിന്ന സ്ട്രെങ്ത്തിൽ മത്സരത്തിന് അന്ന് പറക്കും. വെളിയിൽ വിടാതെ പ്രാവനെ അറയിൽ വെച്ചുള്ള തീറ്റ കൊടുക്കുന്നത്. 2 ദിവസവും ഒരു ദിവസവും കൊണ്ടകടല 20 കടല കൊടുത്താൽ ഒരു ദിവസം 20 പട്ടാണി കൊടുക്കുന്നത്. അതിന് വേണമുള്ള ഗ്ലൂക്കോസോ എന്തെങ്കിലും അടിച്ചു കൊടുക്കുന്നത്. അത് പോയിട്ട് ഇനി പറക്കുന്ന അന്ന് ഈ 2 ദിവസം അവൻ റെസ്റ്റിലേ ഇരിക്കുന്നു. 3ാമത്തെ ദിവസം അവന് തൂക്കി വിട്ട ചുമ്മാ കുതിര പോലെ തന്ന് നമ്മള് കയ്യെടുത്ത് കൊടുക്കും. കണ്ടമാനം അടയ്ക്കൂല, ഒരു മിനിമം കൊടുത്തിട്ട് വെള്ളം അടിച്ചിട്ട് വിട്ടാൽ മതി. അത് പാട്ടിന് നിൽക്കും. ഇതിപ്പം ചേട്ടൻ പറഞ്ഞിപ്പം ശീലമാണ് ഇതിന് പ്രാധാന്യം. ഇരുട്ടത്ത് കയറ്റി വെട്ടിട്ട് ഇരുത്തുന്നതാണ് മെയിൻ ശീലം. അതൊന്നും എല്ലാവരും പ്രാപർത്തുന്നതെന്ന് പറഞ്ഞ് കണ്ടമാനം അവിടെ ഇവിടെ 200ക്കും 500ക്കും വാങ്ങിച്ചിട്ട് പറത്തുന്നതിൽ വിഷയമല്ല. 2 പ്രാവ് മതി, നല്ല പൈസ കൊടുക്കണം. പറഞ്ഞ മനസ്സിലായില്ല സഹോദര. ഇപ്പൊ നമ്മളെടുത്ത് നല്ല പൈസ കൊടുത്ത് 2 പ്രാവായാലും അത് മതി. അത് കൊണ്ടിപ്പോ ഈ കൊല്ലം മത്സരം തീർന്ന പോലെയാണ്. പറന്നതായാലും പറക്കാത്തതായാലും എത്ര രൂപ വേണം ആ ലൈനേജിൽ എനിക്ക് 2 എണ്ണം താ ആണ് പറഞ്ഞാൽ. നമ്മൾ വലിയ എങ്ങനെയാണ് അടുത്ത കൊല്ലം എനിക്ക് ഇതെ പറത്തണം ഇല്ലെങ്കിൽ ഇതിൻ്റെ കുട്ടികളെ പറത്തണമെന്നാൽ അതിന് പക്വതായ പ്രായം കൊടുക്കും. അതിൻ്റെ കുട്ടികൾ അടുത്ത കൊല്ലത്തുള്ളിൽ എങ്ങനെ കളിച്ചാലും 2 കുഞ്ഞ് കിട്ടാതിരിക്കില്ല. അത് അങ്ങോട്ട് കസർത്തി കൊടുക്കും. പക്ഷേ ഇത് 100 രൂപ അണ്ണാ 2000 രൂപ പറഞ്ഞു. ഇല്ല കുഞ്ഞ് കുറച്ചെണ്ണ. അവൻ ശരി ഒരു 500 രൂപ കുറച്ചെണ്ണ പറഞ്ഞിട്ട് അവൻ അത് കൊടുക്കണമെന്ന് ഇരുന്നാൽ മറ്റുള്ളത് അതിൻ്റെ അടുത്ത് എനിക്കത് പിടിച്ചു. നമ്മളാണ് നടക്കണത്. അതായത് ഇപ്പൊ നല്ല വില പറഞ്ഞാൽ നല്ലതിനെ കൊടുക്കാൻ അറിയും. അപ്പൊ ഒരു പറയും ഇത്ര അത് പറ്റില്ല, അതിന്റെ പകുതി വില പറയും, വില പേശു. അപ്പൊ നല്ല കൊടുക്കണമെങ്കിൽ നല്ല വില കിട്ടണം. അപ്പൊ അതിന്റെ അടുത്തതിനെ കൊടുക്കുന്നത് അത് കൊടുക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ എലിയാസിനെ ഒരു പാർട്ടി നമുക്ക് അണ്ണ പരിസരത്ത് ഞാൻ കോഴിക്കട വെച്ചിരിക്കുന്നത്. അയൽവാസികളൊക്കെ എന്നെ കൽപ്പിക്കുന്നത്. കൊച്ചു പിള്ളേർ 18 പറന്ന് 13 പറന്നതിന് പറയുന്നത്. ഞാൻ അതിനു മുമ്പേ പ്രാവ് വെച്ചിട്ടുള്ളതാണോ? എനിക്ക് 10 തവണ പറഞ്ഞാലും പ്രാവ് ഒരു 7 മണിക്കൂർക്ക് മേലെ കൊടുത്തോ വരാന് പറഞ്ഞിരിക്കുന്നത്. പ്രാവിനെ കൊടുത്തിട്ട് പറത്തിയ ആളുകള് കൊടുത്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ 1-2 പാർട്ടിക്ക് ഇപ്പൊ കൊടുത്തിട്ടുള്ളതേ ഉള്ളു. ഇനിയിപ്പോ അടുത്ത കൊല്ലം ആകുമ്പോ അതിന്റെ റിസൾട്ട് അറിയും. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വലിയ രീതിയിൽ വ്യാപാരം ഉള്ളതില്ലല്ലോ സഹോദര. ഇപ്പൊ വ്യാപാര ശൈലി ഇപ്പൊ ഒരു 10-500 ഫോൺ വന്നിട്ടുണ്ടാവും ഈ മത്സരത്തിന് ശേഷം. പിന്നെ അവരുടെ സമയത്തിന് നമ്മൾ ഇവിടെ ഇരിക്കൂല, വർക്കും കാര്യങ്ങളും ഉള്ളു. പിന്നെ വേണോ നിർബന്ധമോ വാങ്ങാനുള്ള എങ്ങനെങ്കിലും അന്വേഷിച്ച് ഇവിടെ വരും. മാർത്താണ്ഡത്തിൽ നിന്ന് 5-6 പേര് വന്നു. 5-6 പെണ്ണും ആണിനും പിടിച്ചു കൊടുത്തു. ഒരു മീഡിയം ആയിട്ടുള്ളത് തന്നെ. എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ്. പിന്നെ നമ്മള് സ്റ്റേറ്റ് ലെവലിൽ ടോപ്പിൽ പോകണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്ന പ്രാക്കളെ മേടിക്കണം. ഇപ്പൊ നമ്മള് ഒരു നമുക്ക് കണ്ടിഷ്ടപ്പെടുന്ന പ്രാവിനല്ല. അതായത് ആ ലെവലിൽ സ്റ്റേജ് കയറണം എന്നുണ്ടെങ്കിൽ ആ ലൈനേജിൽ അങ്ങനത്തെ പ്രാവിനെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ തരണം. അവർക്ക് ഇഷ്ടപ്പെട്ട് തരണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടത് ചെയ്യണം. അതെ. ഇപ്പൊ ടോണി ഇതാ വരുന്നത്. ഞാൻ ജില്ലയില് ഒത്തിരി കൂടുകൾ ഇരിക്കുന്നത്. എനിക്ക് ഒരു ടൈം വയ്ക്കണം. ഒരു നല്ല പ്രാവില് ഒരു 2 എണ്ണെങ്കിലും ഇല്ലെങ്കിൽ 1 എണ്ണെങ്കിലും താഴെ കൊണ്ടുപോയിട്ട് പറപ്പിച്ച് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ ആ ഒന്നും തന്നാൽ പറപ്പിക്കാം. അന്നത്തെ കാലാവസ്ഥയും പ്രകൃതിയും നമുക്ക് ഈണമായിരിക്കണം. മഴ വലിയ മഴ ഉണ്ടാവരുത്. വലിയ രീതിയിൽ ആ ഒരു ദിവസം നമ്മൾ അന്നത്തെ ഭാഗ്യം. ഇപ്പൊ നമുക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും ഭാഗ്യകുരി എടുക്കുന്ന എല്ലാവർക്കും കോടികൾ അടിക്കുവോ? ഇല്ല. അപ്പൊ എല്ലാവരും അതിന് പോരാടുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം. അതേപോലെ മത്സരം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സമയം ഒരുവിധം സെറ്റായി വരുന്നവനിക്ക് അന്ന് പിടിക്കും. അന്ത പ്രകൃതി അന്ന് നമുക്ക് അനുസരണ കൈ കൊടുക്കുന്ന ദൈവത്തമ്പരന്റെ ഒരു കളിയാണോ? അത് കാറ്റോ മഴയോ ഇല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കൺതറപ്പും നമുക്കൊരു ആശ്വാസം. എല്ലാവരും നമ്മൾ രാത്രി പോലെ ഈ ജീവജന്തുക്കളോട് അത്രയും മനസ്സറിഞ്ഞ് അങ്ങനെ ടൈമും അതിനു വേണ്ടി കളഞ്ഞ് അതിനെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു അത്ഭുതം തന്നെ നമുക്ക് അന്ന് കിട്ടുന്നത്. അതെല്ലാം 2 വർഷം ചേട്ടപ്പോ ടൈം വെച്ചിട്ട് ഞാൻ എപ്പോഴും അത് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ വന്ന സമയത്ത് ചേട്ടൻ അടുത്ത ടൈം എന്തായാലും ടോണി ടൈം വെച്ചിരിക്കുന്നു അതേപോലെ കാണിച്ച് കറക്റ്റ് ഇതാ. ഇനി അടുത്ത വർഷമോ നമ്മളൊന്ന് പ്രകൃതിയോട് വെല്ലുവിളിക്കാൻ പറ്റില്ല. പിന്നെ ഇന്നാലും ആത്മവിശ്വാസം എന്തായാലും ഇവനക്ക് ഒരു സന്ദർഭം കിട്ടുവാണെങ്കിൽ
ദൈവമേ ഒരു പറവ ഒരു വെളിച്ചപ്പാടിന് കൊണ്ടുപോകും. ചേട്ടാ 20 മണിക്കൂർ പറത്തി ഇപ്പൊ 21 മണിക്കൂർ വെച്ച് അടുത്ത തവണ എത്ര വെക്കണം ആഗ്രഹം? ഇനി അങ്ങനെ വെക്കുവാണെങ്കിൽ വെളുക്കോളം തന്നെ പ്രാവ് വിട്ടേക്കും. 24 6 മണി. എന്താണെന്ന് വെച്ചാല് പ്രാവ് മറിഞ്ഞ് പറന്നാല് പിന്നെ ആ ജോഡിയെ പറപ്പിക്കാൻ പറ്റില്ല. ടോപ്പ് പറവ ഇപ്പൊ ടോണി ടോപ്പായി ഒരു രാത്രിയും ഒരു പകലും പറന്ന് വെളുപ്പിലാണ് ടോണി ഇരുന്നത് അല്ലേ. അടുത്ത മത്സരത്തിന് ഇന്നെ പറത്താൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇവൻ പറവയിൽ നിൽക്കുമ്പോ രാത്രിയാണോ ഇത് പകലാണോ എന്ന് അറിയത്തില്ല. രാത്രിക്ക് മുമ്പേ പകലിൽ ഇരുന്ന ഓർമ്മയ്ക്ക് ഇരുന്ന് കളയും. ഒലച്ച കണ്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് പകലിൽ വന്നിരുന്ന് കുഴങ്ങിട്ട്, പക്ഷെ പിന്നെ പറക്കുമ്പോ ഇത് പകലിൽ ഇരുന്നിക്കണ അറിയാം. അത് രാത്രി കാണുന്നതിന് മുമ്പ് ഇരുന്ന് കളയും. അതെ അതെ പറഞ്ഞ അതാണ് എല്ലാവരും വെട്ടി രാത്രി ഇടുന്നത്. രാത്രി രാത്രി വെട്ടിയിട്ട് ഇറക്കുന്നത് മത്സരത്തിൽ നിന്നും വെളുക്കോളും വിരിഞ്ഞ് പുലർച്ചെ ആവുന്നതിന് മുമ്പ് വെട്ടിയിടുന്നത് ഇതാണ് കാരണം. ഇപ്പൊ നല്ല എന്നെ 5 മത്സരം ഉണ്ട്. എനിക്ക് നമ്മളെ തന്നെ വിടണമെന്ന് എനിക്ക് ആഗ്രഹം. ഈ രണ്ടിനെയും തന്നെ വിടണമെന്ന് ആഗ്രഹം. അപ്പൊ ഇവന്റെ പറവയെ ഞാൻ ഈ ഒരു മത്സരത്തോടും നശിപ്പിച്ചാ എനിക്ക് മറ്റുള്ള പ്രാക്കളിൽ വിശ്വാസമില്ല. അപ്പൊ അതുകൊണ്ട് ഇനി 2 മണിക്കൂർ കുറച്ച് പറഞ്ഞാലും മതി. തന്നെയാണ് രാത്രി 3 മണി 4 മണിക്ക് വിട്ടിടുന്നത്. പിടിച്ച് വെളിയിൽ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നും അടുത്ത തമ്പുരാന്മാരാ. ഇതൊക്കെ വെളിയിൽ ഞാൻ പിടിച്ചു വിടാറിയില്ല. ഇങ്ങനൊക്കെ ടോപ്പ് സാധനങ്ങളാണ്. ഇതൊക്കെ വിലക്കിനി പറഞ്ഞ് വെളിയിൽ കാണിക്കാതെ പ്രാക്കളാണ്. പക്ഷെ കാണുമ്പോ ഒരു നൃത്തം കണ്ടാലും അറിയാലേ അതിന്റെ പറവയുടെ ഗുണം നമുക്കെല്ലാം അറിയുള്ളൂ. അതെ 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 മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ ഇപ്പൊ അടുത്ത കൊല്ലമൊക്കെ ഏകദേശം ഉള്ളതിലേക്കുള്ള പ്രതീക്ഷ ഇരിക്കുന്നത്. എതിൽ ചേർന്നാലും ഒരു സമയം ടൈം വയ്ക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 20 മണിക്കൂർ പറഞ്ഞിട്ട് ശ്രീചിത്ര ടൂർണമെന്റിൽ 2046 നമ്മുടെ കട്ടയം വിളയി രാജ പുള്ളിയുടെ പ്രാവാണ്. 2046 പറഞ്ഞിട്ട് 4ാമത്തെ പ്രൈസ് 4th പ്രൈസ് നാഷണൽ ടൂർണമെന്റിൽ. ഒരു ഇരുണ്ട കണ്ണായിട്ടുള്ള ഒരു താമര ലൈനിലുള്ള പ്രാവാണ്. ചായ അടിച്ചതല്ലേ? എത്ര ശീലുണ്ട്? 4 ശീലുണ്ട് ഇതില്. 4 സീല് നമുക്ക് 1 2 3 ഇതിന്റെ പുറത്ത് എന്നൊരു ശീൽ ഇരിക്കുന്നത് 4 സീലുണ്ട്. 4 ശീലുണ്ട്. ഇതേത് ടൂർണമെന്റിലെ വിട്ട പ്രാവാണ്? ഇത് ഇപ്പൊ അത് എന്ത് മത്സരം പറഞ്ഞു? ഞാൻ കേരള ശ്രീചിത്രയില് 20-20-46 20-46 ടൈം വെച്ച പ്രാ 20-46 ടൈം വെച്ചപ്പോഴാ ഈ സാധനം മറ്റമാതിരി പറഞ്ഞത്. എനിക്ക് 23 വരെ പറഞ്ഞതാണ്. ടാനില് 23 വരെ പറഞ്ഞത്. എന്താന്ന് വെച്ചാല് 2 മത്സരത്തിന് ഇവൻ നമ്മളെ പറ്റിച്ചു കളഞ്ഞ്. അതുകൊണ്ട് ഞാൻ 20 ചില്ലറയ്ക്ക് പ്രാവിട്ട് കൊടുത്തു. എങ്ങനെ പറ്റിച്ചത്? ഇത് പറ്റിച്ചെന്ന് പറഞ്ഞാൽ മസ്താവിറ്റ് പ്രാവ് താഴെ കിടന്ന് കൂവ് പ്രാവിന്റെ ഒച്ചപ്പാട് കേട്ടല്ല ടപ്പുണി ഒന്ന് വീഴുന്നു.
ആ ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യത്തെ മത്സരത്തിന് ഫസ്റ്റ് മത്സരം ഈ വർഷം തന്നെ. ഈ വർഷം തന്നെ. അത് എല്ലാവരും പറഞ്ഞു ഇത് ശരിയാവില്ല. എനിക്കും അറിയാം ഇവന്റെ പറവ എങ്ങനെയാണ് ഉണ്ടണി. കണ്ണിനെ നോക്കിട്ട് ഇത് പച്ചക്കണ്ണ്, കണ്ണ് കണ്ട ചാരക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു വ്യത്യാസമായ കണ്ണ്. കരിങ്കണ്ണുമില്ല, ചോരക്കണ്ണുമില്ല. എന്റെ അച്ഛനും അമ്മയും എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചേട്ടൻ്റെ അടുത്ത് 20 മണിക്കൂർ 46 മിനിറ്റ് ശ്രീചിത്ര ഒരു പന്തയത്തിലാ പറഞ്ഞു. ഒറ്റ മത്സരം 3 പന്തയമായിരുന്നു അന്ന്. വൈരി വരട്ടിട്ട് വരാൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി പോയി. അത് 15 മിനിറ്റ് കാണിച്ചു കൊടുക്കുന്ന മത്സരം. അതേ സെറ്റിലുള്ളതാണ് ഇവൻ ചേട്ടൻ. അതേ തന്തയ്ക്ക് ഉള്ളതാണ് ഇവൻ ചേട്ടച്ചാർ. ഇവനെ ഞാൻ മത്സരത്തിൽ വിടില്ല. വലിയ ജോലിയായിട്ട് റെക്ക വെട്ടി വെച്ചിരിക്കുന്നത്. വേൽത്തറ. ഇതിന്റെ പേര് വാൽകറുപ്പില് തനി വെള്ള. വെള്ളയില് വാൽകറുപ്പ്. വെള്ളയില് വാൽകറുപ്പ്. സൂപ്പർ. ഇത് വെട്ടി വെച്ചിരുന്നത്. ഇത് വെട്ടി മെയിൻ ജോഡിയായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതും തന്തയും തള്ളയും ഒന്നാണോ? അച്ഛനും അമ്മയും ഒന്ന്. അതിപ്പോ ഒരേ മുട്ട കുഞ്ഞിന്റെ പേരിൽ വിരിഞ്ഞ അതന്നെയാണോ? അതിന്റെ ഇപ്പൊ കാണിച്ചതിന്റെ പെണ്ണ് ഇത് കഴിഞ്ഞ കൊല്ലം എനിക്ക് ഒരു പ്രൈസ് വാങ്ങിച്ചു തന്നതാണ്. ആണ് എങ്ങനെ ഇരിക്കുന്ന കണ്ട, ഹൈറ്റ് കണ്ട, ഒട്ടക നിൽക്കണവരുണ്ടല്ലോ. ഒരു വയസ്സ് വരും. 2 വയസ്സ് 3 വയസ്സൊക്കെ എങ്ങനെ ഉണ്ടാവില്ലേ? മറ്റവൻ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അവനെ മെയിൻ ജോലിയായിട്ട് വെട്ടി വെച്ചിരുന്നത് തണ്ടായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് അതിന്റെ പെണ്ണും അതേ സെറ്റിലുള്ളതാണ് ഇവൻ പെണ്ണും. ഇവൻ 13 ചില്ലറ നമ്മളടുത്ത് പറഞ്ഞു ഒരു പ്രൈസ് വാങ്ങിച്ചതാണ്. ഈ കൊല്ലം ഇല്ല, 13 ചില്ലറ പറഞ്ഞു വാങ്ങിച്ചത്. ഇത് നേരത്തെ അത് ബൈരി അടിച്ച് വിട്ട് 6 നിമിറ്റിൽ ബൈരി അടിച്ച് ഒരു കാലം മുറിച്ചതിന് ശേഷം പറഞ്ഞതാണ്. കാല് മുറിച്ച വൈദ്യ അടിച്ചിട്ട് ഇപ്പൊ ഇല്ല. വിടുമ്പോ വിട്ട മത്സരത്തിന് വിടുമ്പോ 6 നിമിറ്റിൽ ഒന്ന് പ്രാവ് പിടിച്ച് 6-8 പ്രാവിനെ പിടിച്ച് ബൈരി. എന്നിട്ട് കിട്ടി പ്രാവ്. ആ കാല് മുറിവോടി നിന്ന് പിന്നെ വയ്യോളം പറഞ്ഞു പറഞ്ഞിട്ട് വൈരി പിടിച്ച് കാല് മുറിഞ്ഞിട്ട് 13 മണിക്കൂർ പറഞ്ഞത്. മുറിവോടെ പറഞ്ഞു. മുറിവോടി കാല് തൊങ്ങിട്ട് കിടക്കുന്ന ഈ കൊക്കിനെ തൊങ്ങുന്ന പോലെ. അങ്ങനത്തെ നെഞ്ച് കരലൂക്കം ഉള്ളവനാണ്. അതാണ് ഈ ജോഡിയെ ഞാൻ റെക്ക വെട്ടി വെച്ചിരിക്കുന്നത്. ഏതാണ്ട് നിൽക്കുന്ന അവർ രണ്ടുപേരും അന്ന് എവിടെ വിറയല് വൈബ്രേഷൻ എന്ന് പറഞ്ഞാല് പുതിയ ആളുടെ ചോര മണം അടിക്കുമല്ലോ. പുതിയ ആൾക്കാരെ നമ്മള് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്. സൂപ്പർ. ഇത് പിന്നെ അപ്പൊ ഇത് മാത്രല്ല ഇനിയും പ്രാവുകളുണ്ടോ? ഇവനെയൊക്കെ നമ്മൾ വെളിയിൽ വിടാത്തത് കൊണ്ട് ആ പ്രാവിനെ വലുതായിട്ട് നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ വെളിയിൽ വന്നാൽ കാക്കാക്കായ വല്ലതും അടിച്ച് വെളിയിൽ പോയാലേ ഇതിന്റെ പുറകിലേ നടക്കണം. ശരിയാണ്. നമ്മൾ ജോലിക്കും പോയിട്ട് അത്രയും കൊല്ലം കാത്തു സൂക്ഷിക്കുന്ന ലൈനേജുകള് ഒന്ന് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വിഷമാണ്. അത് ഇതിപ്പം ചേട്ടനിപ്പം ഒറ്റയ്ക്കാണ് ഇവിടെ പറത്തുന്നത്? ഇവിടെ ഇപ്പോ നമ്മളെ പോലെ ഒത്തിരി പേര് പറത്തും. പിന്നെ നൈറ്റ് പറവാണി പറഞ്ഞാല് ഒരു പ്രത്യേക രാത്രി ഒരു അനുഭവമാണ്. നൈറ്റ് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എതിനെ വേണമെങ്കിൽ നമ്മളിപ്പോ തന്നെ മേളിൽ കിടക്കുന്നവനൊക്കെ പിടിച്ചിടുവാണെങ്കിൽ ഇതിന്റെ മോനാണ്. ഇപ്പൊ മേലെ എടുക്കണ പറഞ്ഞാലും എത്ര മണിക്കൂർ പറക്കും? ഇപ്പൊ ചുമ്മാ എല്ലാം റെക്ക വെട്ടി എന്നാലും 1-2 കിടക്കുന്നത് ഈ ബൈരി അടിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ പേടിച്ച് പറത്തൂല. നൈറ്റ് തൂക്കി വിടുവാണെങ്കിൽ അതിന്റെ പാട്ടിൽ നിൽക്കും. പറഞ്ഞോണ്ടേ നിൽക്കും. അനങ്ങാതെ നിന്ന് പറയും. ഒരു പ്രാവിനെ കണ്ടറിയാമല്ലോ നൈറ്റ് എങ്ങനെ ഇത് പറക്കൂലെന്ന് കണ്ടറിയാമല്ലോ. ഒരു പേടിയില്ലാതെ അങ്ങനെ ഒരു വെപ്രാളപ്പെടാതെ അങ്ങനെ നിൽക്കും. നൈറ്റൊക്കെ ഇത് പറക്കാൻ സെറ്റല്ല, അതായത് പേടിയൊന്നും ഉണ്ടാവില്ല, ഒരു സഞ്ചലനം ഉണ്ടാവില്ല. നൈറ്റ് പറക്കാൻ പേടിക്കുന്നവനെ കണ്ടാൽ തന്നെ അറിയാം. ഈ പ്രാവുകൾ ഈ ജാക്ജീനിന്റെ ലൈനേജ് ഒക്കെ അതായത് പെട്ടെന്ന് പറവ പിടിക്കുന്ന ലൈനേജ് ആണോ അല്ലെങ്കിൽ? ഇല്ല, ഈ വെള്ള ജാക്ജീനിലുള്ള ഇത് വന്നിട്ട് നമുക്ക് നൈറ്റ് ഞാൻ അത്രയും കയറ്റിയിട്ടില്ല.
അന്ന് പ്രാമോ വലിയവനാണോ, കിങ്ങാണ്, സൂപ്പർ കിങ്ങാണ്. ഓക്കെ, ഇത് അധികം പറത്തിയിട്ടില്ലേ? അതാ നൈറ്റ് ഈ ഒട്ടകം പോലെ നിക്കണേന്റെ ഇതോ? ഇവനൊക്കെ സൂപ്പർ കിങ്ങാണ്. ഇരിക്കാൻ പറ്റില്ലെങ്കിൽ പ്രാവ് ഇറങ്ങുന്നവരെ ഒരു കൂട്ടുകാരൻ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഈ കോഴിക്കൂടുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും 2 പ്രാവിനെ ഇട്ട് ഇതിൽ വെച്ചാൽ മതി, മുറ്റത്ത് തട്ടിൽ വെച്ചാൽ മതി. പ്രാവ് കറക്റ്റ് അവന്റെ സമയം കഴിയുമ്പോൾ കറക്റ്റ് ആ കൂട്ടിന്റെ പുറത്ത് വന്നിരിക്കും. ഇവന് ആ പരിശീലനമാണ് ഇവനക്ക്. ഇത് ഈ പ്രാവല്ലേ, ഈ വെള്ളച്ചുണ്ടന്. അതായത് കറക്റ്റ് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ഇവൻ നൈറ്റ് ഇറങ്ങൂല. പക്ഷെ 2 പ്രാവിനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വന്ന് ഇറങ്ങിക്കോളും. കറക്റ്റായി ഇറങ്ങിക്കോളും. നമ്മളത് എത്ര സമയം എത്ര മണിക്കൊന്ന് ഇറങ്ങിനുള്ളത് അറിയണമെങ്കിൽ ഒരു ക്യാമറ ക്യാമറ വാങ്ങിച്ച് വെച്ചിരുന്നു. പൂച്ച വരാതായിരുന്നു. ഈ തട്ടിൽ അങ്ങനെ പരിശീലനം നടത്തിയാണ്. ക്യാമറ അല്ല. അപ്പോ പ്രാവ് പറന്നിറങ്ങുന്നവരെ എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണോ പറഞ്ഞ എന്റെ സുഹൃത്തോട്. അപ്പൊ പറഞ്ഞ് കണ്ടീഷൻ ഉള്ള സാധനമാണെങ്കിൽ നീ ഇങ്ങനെ ഈ കറിക്കോളി വരുന്ന കൂട്ടില് 2 പ്രാവിനിട്ട് പൂച്ച വരാതെ സ്ഥലത്ത് വെച്ചിട്ട് നീ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് പോ. ഞാൻ ഒരു 3 മണി വരെ ഇരുന്ന് സാധനം ഇറങ്ങിയിട്ടില്ല. 3 മണി വരെ ഇരുന്നിട്ട് സാധനം ഇറങ്ങിയിട്ടില്ല. അത് രാവിലെ ഒന്ന് നോക്കുന്ന പ്രാവ് കൂട്ടിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത്, കറക്റ്റാ നെറ്റിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത്. രാവിലെ വരുമ്പോ രാത്രി എത്ര മണിക്ക് എത്ര മണിക്ക് ഇരുന്നെ അറിയില്ല. അപ്പൊ ഞാൻ അതിനെ റെക്കം. ചേട്ടാ ഇവിടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രാവിന് ഇത് വെച്ചിട്ട് പ്രാവ് പറന്ന് കണ്ടിട്ട് എത്ര മണിക്കൂർ പറന്ന് കണ്ടിട്ടുണ്ട് പ്രാവ്? ഇപ്പൊ പറക്കുന്നതെന്ന് വെച്ചാൽ ഒരു രാത്രി ഫുള്ളായിരുന്ന കാണാം. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര രാത്രി ഇരിക്കാൻ പറ്റും? 1-2 രാത്രി ഇരിക്കാം. അപ്പൊ 2 ദിവസമൊക്കെ പറക്കുന്ന പറയുന്നത്? 2 ദിവസം ഇല്ല, ഇതല്ല. ഇപ്പൊ ഇത് ഒരു ജോഡി ഇന്ന് പറക്കുവാണെങ്കിൽ നാളെ അടുത്തവനെ കൊണ്ടുവരുമല്ലോ. അതല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഇവിടെ ടാനിലൊക്കെ പ്രാവ് പറന്നിട്ടുണ്ട് ഇല്ലേ? എത്ര മണിക്കൂർ വരെ പ്രാവിനെ ഇവനൊക്കെ ഈ 20 ചില്ലറ പറഞ്ഞവൻ രാവിലെ 7:30 വരെ നിന്നവനാണ്. 7:30 വരെ. എത്ര മണിക്ക് വിട്ടിട്ട്? രാവിലെ 8:30 വിട്ടിട്ട് രാവിലെ 8:30 വിട്ട് 23 മണിക്കൂറൊക്കെ പറന്നിട്ട്. അപ്പൊ അത് മത്സരത്തിൽ നിന്ന് ഈ കൊല്ലം ഒരു 6 മത്സരത്തിൽ ഒരു 5 പോലും ഒരു ടൈം വയ്ക്കാൻ പറ്റില്ല. ഒന്നിലും മഴ, ഒന്നിലും വൈരടി, ഇങ്ങനെ ആയി 4-5 മത്സരം തെറ്റിയതിനു ശേഷമാണ് ഇതിന് 20:46 പ്രാവ് ഇട്ട് കൊടുത്തത്. ഇട്ട് കൊടുത്താണ് ഇരുത്തിയത്. എത്ര മിനിറ്റ് കൊണ്ടിരുന്നു? ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രാവ് ഇരുന്നു. കുമാരൊക്കെ ഉണ്ട്. 20 മിനിറ്റ് തന്നെ പ്രാവ് വന്നിരുന്നു. ഓക്കെ, അപ്പം 20 മിനിറ്റിൽ തന്നെ പ്രാവ് വന്നിട്ട് കറക്റ്റായിട്ട് ഇരുത്തും. എത്ര മിനിറ്റ് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും? 8 മിനിറ്റ് കൊണ്ട് പ്രാവ്. നൈറ്റ് പ്രാവ് കണ്ടീഷനാണ്. വീട്ടിലിരുന്ന് ഇങ്ങൊക്കെ പോവില്ല. കണ്ടീഷൻ പ്രാവാണ് നൈറ്റിൽ കണ്ടീഷനാണ്. അത് എല്ലാവർക്കും അറിയാം. ഇവിടെ വന്ന് ഇരുന്ന ലെഫ്രി എല്ലാവർക്കും അറിയാം. ഓക്കെ. അപ്പൊ ഇതിലിപ്പം 20:46 അല്ലേ? 20:46. ഇതില് 20:46 ഇവന്റെ തന്തയാണ് ഇത്. അതിന്റെ മുന്നിൽ നിർത്തിയിട്ട് അത് തള്ളയാണ്. ഓക്കെ. ഇതാണ് അച്ഛനമ്മമാര്. 20:46 പറഞ്ഞതിന്റെ അച്ഛനാണ് ഇത്. അച്ഛന് പിന്നെ ഇതാണ് അമ്മ അല്ലെ? ഇത് ഈ ഒരു സെറ്റ് തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഇത്രയും നല്ല നല്ല പ്രാവ് ഉണ്ടായിട്ട്. ഇതിന്റെ തന്ത തള്ളയെ ഓണിന്റെ പ്രത്യേകത, രാത്രി എല്ലാ സെറ്റും ഇരുട്ടത്ത് കയറൂല. ഇരുട്ടത്ത് ചിലവനക്ക് മെമ്മറി പവർ കൂടുതലായിരിക്കും, ചിലവന് കൺഫ്യൂഷൻ കൂടുതലായിരിക്കും. ചില പ്രാവ് പകൽ പറവ നല്ല രീതിയിലിരിക്കും, നൈറ്റ് ആണെങ്കിൽ അവൻ ഇച്ചിരി തട്ടുമാറും. ഇത് സെലക്ട് ചെയ്യാൻ എന്താ കാരണം? കൂടുതൽ രാത്രി പറവ കൂടുതലാണ്. നമ്മൾക്ക് ഒരു ഇഷ്ടതാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവന്മാര് നൈറ്റ് വെള്ളപ്രാവ് കാണിച്ചു കൊടുക്കണ്ട, കറക്റ്റ് ടൈമിന് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിന് മറ്റുള്ള അതേ പ്രാവ് തന്നെ ഇതുകളൊക്കെ നമുക്ക് അത്രയും വിശ്വാസം. അതെ. അപ്പൊ ഇവര് എങ്കിലും തെറ്റിയിട്ട് പാളി പോവില്ല. കറക്റ്റ്. എന്നാ ഇത് 4 ഇതല്ല പറത്തരുത്. ഇത് പറത്തിരിക്കങ്ക പറത്താത്തത്. ഓക്കെ, ഇതെന്താ ജാക്ക് റെക്കവെള്ള വന്ന് എന്താ இந்த வருஷம் 21 പറന്തയുടെ കൂടെ ഉള്ളത്? ഓക്കെ, ഇതെല്ലാം മിക്കതില്ല. എന്താ ഇതെല്ലാം അതേപോലെ ഇതൊക്കെ എല്ലാം പറത്തറത്തേക്ക് ഇരിക്കതല്ല. അങ്ങനെ നമ്മളെ പേര് വരണോ? എണ്ണിക്കണം സാധനം. എന്താ
ഇതില് എന്നാ ഇത് കാസിൽദാരാവും ഏതും ജോഡി സൂട്ട് ജോഡി ഏത് സൂട്ട് ജോഡിയാണ്. ഏത് കാസിൽദാരാവും ഏത് ഇത് റോസ്റ്റ് ഉണ്ടല്ലേ റോസ്റ്റ് ഉണ്ടാ ഇത് സൂട്ട് ജോഡി നെക്സ്റ്റ് ഒരു ജോഡി എന്നത് ഇതാ അതും நீங்க இந்த வருஷம் டைம் வச்சற மாதிரி டைம் வைக்க முடியுமா? வைக்கும் തീർച്ചയായും. പട്ടാരക്കൽ எப்படி അടിപൊളിയാണ്. പട്ടാരക്കൽ പറപ്പിക്കണം. രാജേട്ടാ ഇപ്പൊ ഈ വർഷം ഏത് ടൂർണമെന്റിലാണ് നമ്മൾ ടൈം വെച്ചിട്ടുണ്ട്? അനന്തപുരിയും പിന്നെ അനന്തപുരിയും കൃഷ്ണനഗർ GGPF. GGPFല് ഏതാ പ്രൈസ് നിങ്ങൾ ഫസ്റ്റിൽ ഇരിക്കുന്നത്? GGPF അതില് പറന്ന പ്രാവാണ് അത്. ഫസ്റ്റ് അടിച്ച പ്രാവാണ് അത്. ഒരു മത്സരത്തിലല്ല, അന്ന് തന്നെ 3 മത്സരമാണ്. 3-ല് 2-ല് ഫസ്റ്റ് എടുക്കുന്നത്. 2-ല് ഫസ്റ്റില്. ഓക്കെ. അപ്പൊ ടീമേ ഇത് എത്ര ടൈം എത്രയാ? 21, 23 പറന്ന പ്രാവാണ്. 3 ടൂർണമെന്റില് അതില് GGPFല് ഫസ്റ്റ് പ്രൈസ്. ഇതാണ് ആ പ്രാവ്. വെള്ളയില് കരിങ്കണ്ണില് വെട്ടുകണ്ണല്ലേ? ഒരു കരിങ്കണ്ണും ഒരു വെട്ടുകണ്ണും. ഓക്കെ. കൊഴിഞ്ഞിക്കണ മറ്റേ ഓക്കെ. രാജണ്ണ, ഇത് നമ്മ പറന്ന പ്രാവിടെ അപ്പ അമ്മ ഇത് താണാ ടീം? അപ്പം പറന്ന പ്രാവിന്റെ അച്ഛനും അമ്മയാണ് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത്. ഇതിന്റെ കുട്ടികൾ ഒന്ന് ജാക്ജീനിലും ഒന്ന് വെള്ളയിലും കിട്ടും. ഒന്ന് വെള്ളയിലും ഒന്ന് ജാക്ക് ജീനി ഉണ്ട്. ഇത് ജാക്ക് എന്തെല്ലാം വലിയ ഉള്ളത്? ജാക്ക് ഒന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മളെ സുഹൃത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന ലൈനേജില്ലേ? സെറ്റ് ഷൂട്ടായി. ഓക്കെ. സെറ്റ് ഷൂട്ടായി വെച്ചിരിക്കും. നല്ല റിസൾട്ട് ഇരിക്കും. ഇത് പെട്ട പെണ്ണു നമ്മള് വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നാണ്. ഇവിടെ നാഗർകോവിൽ പ്രാവണം. ஓகே. இப்போ உங்ககிட்ட வந்துட்டு இப்போ ஒரு 10 கொல்லம் உங்ககிட்ட உங்க லைனேஜ் இது உங்க ஜாக் லைனேஜ். அப்புறம் இது எந்த லைனேஜ்? இது வந்து കൊമ്പുതിരി ലൈനേജ്, ദാമര ലൈനേജ് ഇല്ല. ഇതാണ് ഇപ്പൊ ഇന്ന 21 മണിക്കൂർ പറഞ്ഞ പോലുള്ള അപ്പാവും അമ്മാവും. ആണോ? അന്ന് നോട്ടെ. ഇതിന്റെ ടീം ഇപ്പം ഇതിന്റെ പറഞ്ഞതിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. അതിന്റെ അച്ചമ്മയും അച്ചിച്ചനും കേട്ടോ. പറഞ്ഞതിന്റെ അച്ചച്ചനും അച്ചമ്മ എന്താ സാധനം കിട്ടുക്കാച്ചികള്. സൂപ്പർ. ഇതാണ് അമ്മ പറന്ന പ്രാവിന്റെ. ഇത് അച്ഛൻ പ്രാവ്, പറന്ന പ്രാവ്. ഇത് അച്ചമ്മ, ഇത് അച്ചച്ചല്ല. ഇതേത് ലൈനേജ്? ഇതും താമര കാസിൽദാര ലൈനേജ്? ദാമർ ലൈനേജ് അല്ലേ? അതേ ഗ്രൂപ്പ് തന്നെ. അപ്പൊ അതെ നമുക്കാകെ നമ്മുടെ ചാനൽ മക്കൾക്കാകെ ഇവളോ തൊഴിൽ കൊടുത്തതില് എല്ലാം പറഞ്ഞതില് ഒരു സമയം വെച്ചതില് ரொம்ப സന്തോഷം. ഓക്കെ. നെക്സ്റ്റ് ഇയർ നമ്മുടെ ടീം അടുത്ത വർഷം നമ്മളെ അതിൽ കൂടുതൽ ടൈം വെക്കുന്ന പറഞ്ഞപ്പോ എല്ലാരും സപ്പോർട്ടും വേണം. ഓക്കെ, എല്ലാരും സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു. ഓക്കെ.